നമസ്കാരം സുഹൃത്തുക്കളെ, കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടൊരു വാർത്തയാണ്. അതായത് ഈ കേസിനാസ്പദമായ സംഭവം നടക്കുന്നത് 2024-ലാണ്. അന്ന് ഒരു അധ്യാപികയും കുടുംബവും ഒരു യാത്ര കഴിഞ്ഞിട്ട് വന്നൊരു പെട്രോൾ പമ്പ് 11 മണിക്ക് ശേഷമാണെന്നാണ് അറിയാൻ സാധിച്ചിരിക്കുന്നത്. പെട്രോൾ പമ്പിൽ കയറി പെട്രോൾ അടിക്കുകയും അതേസമയം തന്നെ അവർക്ക് ബാത്റൂമിൽ പോകണമെന്ന് ആവശ്യപ്പെടുകയും അവിടുത്തെ ജീവനക്കാരൻ അത് താക്കോലില്ല, മുതലാളിയുടെ കയ്യിലാണെന്നൊക്കെ പറയുകയും പിന്നീട് അതിനുശേഷം ഈ പറയുന്ന അധ്യാപികയും കുടുംബത്തെ അവഹേളിക്കുന്ന തരത്തിലുള്ള പലതരത്തിലുള്ള വിമർശനങ്ങൾ നടത്തുകയും പരാമർശങ്ങൾ നടത്തുകയൊക്കെ ചെയ്യുകയുണ്ടായെന്ന് പറയുന്നുണ്ട്. അതിനുശേഷം ഈ അധ്യാപിക അവിടെയുള്ള എല്ലാ നമ്പറിലും കോൺടാക്ട് ചെയ്തു, പക്ഷേ ആരും റെസ്പോണ്ട് ചെയ്തിരുന്നില്ല. അങ്ങനെ പുള്ളിക്കാരി ഈ പറയുന്ന പോലീസുകാരെ വിളിച്ചു. പോലീസുകാർ വന്ന് കേസെടുത്ത് ഇതിനുള്ള കാര്യങ്ങൾ, ഒത്തുതീർപ്പിനുള്ള കാര്യങ്ങളൊന്നും നോക്കാതെ ആ അധ്യാപികയ്ക്ക് പൂർണ്ണ സപ്പോർട്ട്, പിന്തുണ കൊടുത്തതുകൊണ്ട് തന്നെ ഈ പറയുന്ന അധ്യാപിക കോടതിയിലേക്ക് കേസായി. പിന്നീട് അതിനുശേഷം ഇന്നിപ്പോൾ കഴിഞ്ഞ ദിവസമാണ് വിധി വന്നിരിക്കുന്നത്. 1,65,000 രൂപയാണ് പമ്പ് ഉടമ അടയ്ക്കേണ്ടി വരുന്നത്. അപ്പോൾ നമ്മുടെ നാട്ടിലുള്ള നമുക്കറിയാം, ഈ മനുഷ്യ ജീവിതത്തിൽ മനുഷ്യന് ഒഴിച്ചുകൂടാനാവാത്ത 2 ഘടകങ്ങളാണ് മെയിനായിട്ടുള്ളത്. ഒന്ന് ഭക്ഷണം, 2 ഇന്ധനം. ഈ 2 കാര്യങ്ങളില്ലാതെ മനുഷ്യന് ജീവിക്കാൻ സാധിക്കാത്തൊരു സിറ്റുവേഷനാണ് ഇപ്പോൾ കറൻലി ഉള്ളത്. എല്ലാവർക്കും വാഹനമുണ്ട്, വാഹനത്തിൽ ഇന്ധനം ഇല്ലാതെ പോകാൻ സാധിക്കത്തില്ല. അതേപോലെ തന്നെ നമുക്കും ഇന്ധനം വേണമെന്നുണ്ടെങ്കിൽ ഫുഡ് വേണം. അപ്പോൾ ഈ 2 കാര്യങ്ങളിൽ നല്ല രീതിയിൽ ചിലവുകൾ പോകുന്നുണ്ട്. നമ്മളാരും ആ ചിലവുകൾ ശ്രദ്ധിക്കാറില്ല. സർക്കാർ ദിനം പ്രതി അതിൻ്റെ പൈസ ചാർജ് കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ നമ്മളിതൊന്നും ശ്രദ്ധിക്കാതെ നമുക്ക് ആ ദിനചര്യ അത് നടന്നു പോകേണ്ടതുകൊണ്ട്, അല്ലെങ്കിൽ ആ ദിവസത്തെ ആവശ്യങ്ങൾ നടന്നു പോകേണ്ടതുകൊണ്ട് നമ്മൾ ആ പെട്രോൾ പറയുന്ന വിലയ്ക്ക് നമ്മൾ പെട്രോൾ അടിക്കും, അല്ലെങ്കിൽ അവർ പറയുന്ന വിലയ്ക്ക് തന്നെ നമ്മൾ ആഹാര സാധനങ്ങൾ വാങ്ങും. എല്ലാത്തിനും കൊള്ള വിലയാണ്. ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ 1 രൂപയ്ക്ക് കിട്ടിക്കൊണ്ടിരുന്ന സാധനമാണെങ്കിൽ ഇപ്പോൾ 10 രൂപ എടുത്താലേ കിട്ടുള്ളൂ എന്നുള്ള അവസ്ഥയിലേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ പെട്രോൾ പമ്പിൽ ഈ പെട്രോൾ പമ്പുകാർ കാണിച്ച പോക്രിത്തരത്തിൻ്റെ പേരിൽ പെട്രോൾക്കാർക്ക് തന്നെ നഷ്ടം വന്നിരിക്കുകയാണ്. 1,65,000. നമുക്കറിയാം, കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള 100% പെട്രോൾ പമ്പ് എടുത്താൽ അതിൽ 95% ഈ പറയുന്ന തോന്നിവാസങ്ങൾ കാണിക്കുന്ന ആളുകൾ നിൽക്കുന്ന പെട്രോൾ പമ്പ് തന്നെയാണ്. അല്ലെങ്കിൽ അവിടെ നിൽക്കുന്നവന്മാരുടെ തോന്നിവാസം നമ്മൾ കാണേണ്ടത് തന്നെയാണ്. അതിൽ 5% മാത്രമേ നല്ല വ്യക്തികൾ ഉണ്ടാവുകയുള്ളൂ. ഏതൊരു സിറ്റുവേഷനിൽ ചെന്നാലും സാധാരണക്കാരന് യൂസ് ചെയ്യാൻ പറ്റുന്നൊരു ശൗചാലയമായിരിക്കും അവിടെ ഉണ്ടായിരിക്കുക. പക്ഷേ ഇത് പൂട്ടിയിട്ടിട്ട് അത് വൃത്തിയില്ല, അല്ലെങ്കിൽ പണി നടക്കുകയാണെന്നൊക്കെ അധ്യാപികയെ പറഞ്ഞ് പറ്റിക്കാൻ നോക്കുകയും അധ്യാപികയെ അവഹേളിക്കുകയൊക്കെ ചെയ്തപ്പോൾ ഇവർ വിചാരിച്ചില്ല ഇങ്ങനൊരു നിയമ നടപടി ഇവർ സ്വീകരിക്കും, അത് അല്ലെങ്കിൽ ഇത് കേട്ടുകൊണ്ട് അവർ വീട്ടിൽ പോകുമെന്നാണ് ഇവർ വിചാരിച്ചത്. പക്ഷേ അധ്യാപികയ്ക്ക് നമ്മുടെ നീതിന്യായ വ്യവസ്ഥ നല്ല രീതിയിലുള്ള പിന്തുണ നൽകിയതിൻ്റെ ഫലമായിട്ട് ആ പുള്ളിക്കാരിക്ക് ഈ പറയുന്ന 1,65,000 രൂപ നഷ്ടപരിഹാര തുകയായിട്ട് കിട്ടും. അപ്പോൾ ഇത് ഞാൻ എടുത്തു പറയും, വീഡിയോ ചെയ്യാനുള്ള പ്രധാന കാരണം ഇങ്ങനെ നിങ്ങൾ ഏതെങ്കിലും പമ്പിൽ പോയിട്ട് നിങ്ങൾ അനുഭവിക്കുകയാണ്, ഈ പ്രശ്നം അനുഭവിക്കുകയാണെങ്കിൽ ഈ രീതിയിൽ തന്നെ നിങ്ങൾക്ക് മുന്നോട്ട് പോകാം, നിങ്ങൾക്കുമുള്ള പിന്തുണ കിട്ടുമെന്നുള്ള കാര്യത്തിൽ 100% ഷുവറാണ്. അപ്പോൾ നമ്മൾ വിചാരിക്കും വെറുതെ ഒരു ശൗചാലയത്തിൽ പോകാനായിട്ട് ശ്രമിക്കുമ്പോൾ അവർ കയറ്റി വിട്ടില്ലെങ്കിൽ നമുക്കും പരാതി കൊടുത്ത് 1,00,000 രൂപ കിട്ടുമെന്ന്. ഇല്ല. അതായത് ആ ടീച്ചർ ഒരു 11 മണിക്ക് ശേഷം പമ്പിൽ ചെന്ന സമയത്ത് ഇതുപോലെ ചോദിക്കുന്ന സമയത്ത് പുള്ളിക്കാരി അവഹേളിക്കുന്ന തരത്തിലുള്ള പരാമർശങ്ങൾ ഉണ്ടായതിൻ്റെ ഫലമായിട്ടാണ് പുള്ളിക്കാരി കേസ് കൊടുത്തതെന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ സംഭവം എന്നുണ്ടായി, എങ്ങനെയാണ് ഉണ്ടായതെന്നുള്ളത് ആ ടീച്ചർ പറയുന്ന വാക്കുകൾ നമുക്കൊന്ന് കേട്ട് നോക്കാം. അധ്യാപികയ്ക്ക് ശുചിമുറി തുറന്നു കൊടുക്കാത്ത പെട്രോൾ പമ്പിന് 1.65 ലക്ഷം പിഴ ഈടാക്കിയ വാർത്ത ഇന്നലെ വന്നതാണ്. പത്തനംതിട്ട ഏഴംകുളം സ്വദേശിനി CL ജയകുമാരിയുടെ പരാതിയിലാണ് കോഴിക്കോട് പയ്യോളിയിലെ പെട്രോൾ പമ്പ് ഉടമ ഫാത്തിമ ഹന്ന പിഴയടക്കേണ്ടത്. പത്തനംതിട്ട ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷന്റേതാണ് ഈ വിധി. 2024 മെയ് 8 കാസർഗോഡ് നിന്ന് പത്തനംതിട്ടയിലേക്ക് വരും വഴിയാണ് പയ്യോളിയിലെ ഫാത്തിമ ഹന്നയുടെ പമ്പിൽ അധ്യാപിക പെട്രോൾ അടിക്കാൻ കയറിയത്. പെട്രോൾ അടിച്ചു കഴിഞ്ഞ് ശുചിമുറിയിൽ ചെന്നപ്പോൾ പൂട്ടിയിട്ടിരിക്കുകയായിരുന്നു. താക്കോൽ ആവശ്യപ്പെട്ടതോടെ പുരുഷ ജീവനക്കാരൻ മോശമായി പെരുമാറി. ജയകുമാരി പോലീസിനെ വിളിച്ചു വരുത്തി. പോലീസ് ശുചിമുറി ബലമായി തുറന്നു കൊടുത്തു. 2 കൂട്ടരെയും വിളിച്ച് വിസ്തരിച്ച ശേഷമാണ് ഇപ്പോൾ ഈ വിധി വന്നിരിക്കുന്നത്. ഒരു സ്ത്രീക്കുണ്ടായ മാനസിക ശാരീരിക ബുദ്ധിമുട്ടുകൾ വിലയിരുത്തിയാണ് ഈ പിഴ വിധിച്ചിരിക്കുന്നത്. 1.5 ലക്ഷം പിഴയും 15,000 കോടതി ചെലവും ചേർത്താണ് ഒരു 1.65 ലക്ഷം പിഴ. ഇനി നമുക്ക് ഈ പറയുന്ന പരാതിക്കാരിയായിട്ടുള്ള ടീച്ചറിന്റെ വാക്കുകൾ ഇന്ന് വന്നൊരു വാർത്തയാണ്. അതായത് റിപ്പോർട്ടർ ചാനലിൽ വന്നൊരു വാർത്തയാണ്. എന്തുകൊണ്ടാണ് താൻ ഈ രീതിയിലേക്ക് പരാതി കൊടുക്കാമെന്ന് വിചാരിച്ചതെന്നും എന്തുകൊണ്ടാണ് ഈ രീതിയിൽ കോടതി കയറി ഇറങ്ങാമെന്ന് പുള്ളിക്കാരി ഉറച്ച തീരുമാനത്തിൽ എത്തിയെന്നുമുള്ള കാര്യങ്ങൾ പുള്ളിക്കാരി പറയുന്നത്. നമുക്കതൊന്ന് കേട്ടുപോകാം. രാത്രി 11 മണിയോടെ പെട്രോൾ പമ്പിൽ കാറുമായി ഇന്ധനമടിക്കാൻ ചെല്ലുന്നു. ഇന്ധനം നിറച്ച ശേഷം ടോയ്ലറ്റ് എവിടെ എന്ന് പെട്രോൾ പമ്പ് ജീവനക്കാരോട് ചോദിക്കുന്നു. ഒരു രക്ഷയുമില്ല, പമ്പിലെ ടോയ്ലറ്റിന്റെ താക്കോൽ ഇല്ല എന്ന് ജീവനക്കാരുടെ മറുപടി. അത്രയും മാത്രമാണെങ്കിൽ കുഴപ്പമില്ല. കാറിലെത്തിയ വനിതയെ ജീവനക്കാർ പരിഹസിക്കുകയും ചെയ്തു. പത്തനംതിട്ട ഏഴംകുളം സ്വദേശിനി അധ്യാപിക CS ജയകുമാരി തോൽക്കാൻ തയ്യാറല്ലായിരുന്നു. പോലീസിനെ ഫോൺ വിളിച്ചു. പോലീസ് പെട്രോൾ പമ്പിലെത്തി ടോയ്ലറ്റ് ചവിട്ടി തുറന്നു. ഞാൻ ടോയ്ലറ്റ് ഉപയോഗിക്കുന്നതിന് വേണ്ടി ടോയ്ലറ്റിലേക്ക് പോയപ്പോഴത് പൂട്ടി കിടക്കുന്നതായിട്ട് കണ്ടു. അവിടെ വന്ന് പമ്പിലെ ജീവനക്കാരനോട് അതിൻ്റെ താക്കോൽ ആവശ്യപ്പെട്ടു. അപ്പോഴത് താക്കോൽ മാനേജറുടെ കയ്യിലാണെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ വീണ്ടും ഞാനിങ്ങനെ നിസ്സഹായാവസ്ഥ പറഞ്ഞു. 3 മണി തൊട്ട് ഞാൻ യാത്ര ചെയ്യാണ്, കാസർഗോഡ് നിന്ന് വരികയാണ്. ഇനി അടുത്ത പമ്പ് എവിടെയാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, രാത്രിയാണ്, എനിക്ക് പോയേ പറ്റൂ, അത്ര അവസ്ഥയിലാണ് നമ്മളൊരു ആവശ്യപ്പെടുന്നതെന്ന് പറഞ്ഞു. അപ്പോഴവർ തരാൻ പറ്റത്തില്ല, താക്കോൽ ഇല്ലെന്നല്ലേ പറഞ്ഞതെന്ന് പറഞ്ഞിട്ട് പരുഷമായിട്ട് പറഞ്ഞു. പിന്നീട് അതിനുശേഷം അവർ അധിക്ഷേപിക്കാൻ തുടങ്ങിയപ്പോൾ ഞാൻ ആവശ്യം കൂടുതലുണ്ട് അവിടെ പ്രദർശിപ്പിച്ചിരുന്ന നമ്പറുകളിലേക്ക്, അതിൻ്റെ ഡീലറിൻ്റെ നമ്പർ, മാനേജറുടെ നമ്പർ, ഇവരുടെ നമ്പറുകളിലേക്കെല്ലാം ഞാൻ വിളിച്ചു. അവരാരും തന്നെ ഫോൺ അറ്റൻഡ് ചെയ്തില്ല. ഇല്ല. അപ്പോൾ ഈ ഓരോരുത്തരെ വിളിക്കുമ്പോഴും ഇവരുടെ പരിഹാസം കൂടിക്കൊണ്ടിരിക്കുമായിരുന്നു. ജീവനക്കാർ 4-5 പേര് കാണും. എത്ര കറക്റ്റ് എണ്ണം ഞാൻ ഓർക്കുന്നില്ല.
എങ്കിലും 4-5 പേരുണ്ട്. കൊച്ചു പിള്ളേരൊക്കെ കുട്ടികളൊക്കെയാണ് പെട്രോൾ പമ്പിൽ നിൽക്കുന്നത്. സ്ത്രീ ജീവനക്കാരില്ലായിരുന്നു അതിന്. അപ്പം നമുക്ക് അവരോട് ഇങ്ങനെ പൂർണ്ണമായിട്ടും പറയാൻ പറ്റത്തില്ല. അവരെപ്പോൾ ഒരു സോറി പറഞ്ഞിരുന്നെങ്കിൽ തീരുന്ന വിഷയമേ ഉള്ളായിരുന്നു. അല്ലെങ്കിൽ നമുക്ക് മേഡം 1 കിലോമീറ്റർ അപ്പുറത്ത് പോയി അടുത്ത പമ്പുണ്ടെന്ന് പറഞ്ഞു തരൂ, അങ്ങനെ എന്തെങ്കിലും ചെയ്തിരുന്നെങ്കിൽ നമ്മൾ വളരെ മോശമായ പെരുമാറ്റമായിരുന്നു. പോലീസ് വന്നു, അവർ ജീവനക്കാരോട്, പമ്പിലെ ജീവനക്കാരോട് തുറന്നു കൊടുക്കാൻ പറഞ്ഞു. പോലീസിനോട് ഇത് തന്നെയാണ് പറഞ്ഞത്, താക്കോലില്ല, താക്കോൽ മാനേജറിലാണെന്ന് പറഞ്ഞു. പിന്നീട് പോലീസ് ചവിട്ടി പൊളിക്കുകയാണ് ചെയ്തത്. കോഴിക്കോട് പയ്യോളിയിലെ പെട്രോൾ പമ്പിലാണ് ജയകുമാരിക്ക് ദുരനുഭവം ഉണ്ടായത്. നാട്ടിലെത്തിയ ഉടൻ പെട്രോൾ പമ്പ് ഉടമയ്ക്കെതിരെ പത്തനംതിട്ട ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷനിൽ ഹർജി നൽകി. കമ്മീഷനിൽ അഭിഭാഷകന്റെ സഹായമില്ലാതെ സ്വന്തമായാണ് ജയകുമാരി പെട്രോൾ പമ്പ് ഉടമയ്ക്കെതിരെ വാദിച്ചത്. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്നിരുന്ന സമയത്ത് തന്നെ ഒരുപാട് വാഹനങ്ങളും സ്ത്രീകളും അവിടെ വന്ന് ടോയ്ലറ്റിലേക്ക് പോകും, അടച്ചിട്ടിരിക്കുകയാണെന്നുണ്ട്. അവർ തിരിച്ചു പോവുകയും ചെയ്തു. പക്ഷേ നമുക്കങ്ങനെ തിരിച്ച് വാഹനത്തിൽ പോകാനുള്ള ഒരു ശാരീരികമായ ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണ് നമ്മൾ അവിടെ നിന്നത്. ഒരു പക്ഷേ സാധാരണ ഞാനായിരുന്നെങ്കിലും അത്രയും അർജൻസി ഇല്ലായിരുന്നെങ്കിൽ അവിടെ നിന്ന് അടുത്തടുത്തേക്ക് പോയേനെയായിരുന്നു. ഒട്ടും പോകാൻ പറ്റാത്തൊരു ശാരീരിക അവസ്ഥ ആയതുകൊണ്ടാണ് അവിടെ തന്നെ അങ്ങ് നിന്നത്. എനിക്ക് വക്കീലില്ലായിരുന്നു, ഞാൻ തന്നെയാണ് ഓരോ പ്രാവശ്യം പോയത്. അപ്പോൾ എനിക്ക് കോടതി നടപടികളെക്കുറിച്ചൊന്നും എനിക്ക് യാതൊരു ധാരണയില്ല. അപ്പോൾ അടുത്ത പ്രാവശ്യം വരുമ്പോൾ ഇന്നതാണെന്ന് വക്കീൽ ജഡ്ജി പറയുമ്പോൾ എന്താണതെന്ന് അവിടെ തന്നെ ചോദിച്ച് ഞാൻ ക്ലാരിഫൈ ചെയ്തിട്ട് വന്ന് അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ ഞാൻ കൃത്യമായി തയ്യാറാക്കി ഞാൻ തന്നെ അവതരിപ്പിക്കുകയായിരുന്നു ചെയ്തത്. കണ്ടില്ലേ, ആ ടീച്ചർ ഒരു ബിഗ് സല്യൂട്ട്. കാരണം നമ്മുടെ നാട്ടിൽ നടക്കുന്ന തന്തയില്ലായ്മ ചോദ്യം ചെയ്യാൻ ആരും വരില്ല എന്നുള്ള ഉറച്ച വിശ്വാസത്തോടു കൂടി, അല്ലെങ്കിൽ ഉറച്ച ബോധ്യത്തോടു കൂടി ഈ പറയുന്നവന്മാർ ചെയ്യുന്ന പോകരുത്തരമാണ്. രാത്രി ആയി കഴിഞ്ഞാൽ അതും വേറെ സ്ഥലമാണെന്നുണ്ടെങ്കിൽ അത് കണ്ടു കഴിയുമ്പോൾ ചിലവന്മാർക്ക് കുരു പൊട്ടും. KL03 അല്ലെങ്കിൽ KL01 അങ്ങനെയുള്ളൊരു അവരുടെ ജില്ലയിലുള്ള വണ്ടി അല്ല എന്ന് കാണുമ്പോൾ ചിലവന്മാർക്ക് കുരു പൊട്ടിയിട്ട് പിന്നെ അവന്മാർക്ക് എന്ത് തോന്നിവാസം കാണിക്കാന്നുള്ളൊരു തീരുമാനത്തിലെത്തും. അപ്പോൾ ഇത് പെട്രോൾ പമ്പിലുള്ള എല്ലാവന്മാർക്കും ഒരു മാതൃകയാവണം. ഈ ഒരു വിഷയം അതെന്തായാലും മാതൃകയാവും. കാരണം 2-3 രൂപയൊന്നുമല്ല, 1,65,000 രൂപയാണ് ഒരു കളിയാക്കലിൻ്റെ പേരിൽ പോയി കിട്ടിയത്. എന്തായാലും ആ പോലീസുകാരന് ഒരു ബിഗ് സല്യൂട്ട് ഞാൻ എന്തായാലും നൽകുകയാണ്. ആരാണെന്ന് എനിക്ക് പേര് പോലും അറിയില്ല. പക്ഷേ എന്തുകൊണ്ടെന്ന് വെച്ചാൽ ആ സ്ത്രീക്ക് ആ പരിഗണന കൊടുത്തതും അതേപോലെ തന്നെ അവിടുന്ന് ആ ബാത്റൂമിൻ്റെ ഡോർ ചവിട്ടി പൊളിച്ച് അവർക്ക് ആ ഒരു സംരക്ഷണം കൊടുത്ത് അല്ലെങ്കിൽ അവർക്ക് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യാനായിട്ട് അവരെ സഹായിച്ച ഒരു പോലീസുകാർ. ഇതാണ് പോലീസ് എന്ന് പറയുന്നത്. അല്ലാണ്ട് പാർട്ടിക്കാർ പറയുന്നത് കേട്ട് അവിടെ പോയി അവരെ തല്ലാനും ഇവരെ തല്ലാനും അല്ലെങ്കിൽ അവർ പറയുന്നത് കേൾക്കാനും കാശുള്ളവൻ്റെ കൂടെ നിൽക്കാനും അല്ല പോലീസുകാർ. പോലീസുകാർ ജനങ്ങളുടെ ക്ഷേമത്തിനും ഐശ്വര്യത്തിനും വേണ്ടിയിട്ടാണ് പ്രവർത്തിക്കേണ്ടത്. ആ രീതി എന്താണ് പോലീസ് ചെയ്യേണ്ടതെന്നുള്ളത് ആ പറയുന്ന പോലീസുകാരൻ, അവിടുത്തെ പോലീസുകാരൻ ചെയ്തു. അതിന്റെ ഫലമായിട്ട് ആ പോലീസുകാരന്റെ പിന്തുണ കിട്ടിയത് കൊണ്ട് ഈ പറഞ്ഞ ടീച്ചറിന് ഈ കോടതിയിൽ വക്കീലിനൊന്നും വെക്കാതെയാണ് വാദിച്ചതെന്നാണ് പറയുന്നത്. അത് തന്നെ വലിയ കാര്യമല്ലേ. ഒരു സ്ത്രീക്ക്, ഒരു സാധാരണ സ്ത്രീക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്നുള്ളത് തെളിയിച്ച് കാണിക്കുകയാണ്, അല്ലെങ്കിൽ ഒരു മാതൃകയാക്കാനായിട്ട് മുന്നിലേക്ക് വന്നിരിക്കുന്ന ഒരാളാണ് ഈ പറയുന്ന ടീച്ചർ എന്ന് പറയുന്നത്. അപ്പോൾ എവിടെയെങ്കിലും നിങ്ങൾക്ക് ഇതുപോലത്തെ പ്രശ്നങ്ങൾ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് നിങ്ങൾ അവിടുത്തെ പോലീസ് സ്റ്റേഷനിൽ അറിയിക്കുക. ദെൻ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന നമ്മുടെ കൺസ്യൂമർ കോർട്ടുമായിട്ട് നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഈ രീതിയിലുള്ള സപ്പോർട്ട് നിങ്ങൾക്ക് ലഭിക്കും. എന്തായാലും നമ്മുടെ സർക്കാരിൻ്റെ ഇടപെടൽ ഈ കാര്യത്തിൽ അഭിനന്ദനാർഹമാണ്. ഒന്നും കളിയാക്കി പറയാനോ അല്ലെങ്കിൽ അതിനെപ്പറ്റി മോശം പറയാനോ ഒന്നുമില്ല. ഈ രീതിയിൽ എല്ലാവർക്കും പിന്തുണ കൊടുക്കുക. തുല്യനീതി എന്ന് പറയുന്നത് എല്ലാവർക്കും ഉണ്ടാവണം. ഇതൊരു സ്ത്രീ ആയതുകൊണ്ട് ഒരു പക്ഷേ നടന്നു, പുരുഷനായിരുന്നു ഇതൊന്നും നടക്കില്ല. ചിലപ്പോൾ അവൻ തന്നെ വല്ലതും പറഞ്ഞിട്ട് ചീത്ത വിളിച്ചിട്ട് അവനങ്ങ് പോകും. പക്ഷേ എല്ലാവർക്കും ഈ രീതിയിലുള്ള ഒരു പിന്തുണ കൊടുക്കാനായിട്ട് സാധിക്കട്ടെ എന്ന് ഈ ഒരു സമയത്ത് ഞാൻ പറയുകയാണ്.